ഞായറാഴ്ചകളിൽ സ്ഥിരം പരിപാടി അതാണിത്. നമ്മൾ ഒന്ന് മുട്ടി വെട്ടാനും ഷേവ് ചെയ്യാനായിട്ടൊന്നും ഇറങ്ങിയതാ. നമ്മുടെ സ്ഥിരം പരിപാടി കട. ഹിന്ദിക്കാരാണ് വെട്ടണത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് മുഖം. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണതേ നമ്മുടെ ചെക്കൻ്റെ വിളി വന്നത്. ചെക്കൻ്റെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ക്യാന് വാങ്ങിയിട്ട് വന്ന വരവാണത്. പിന്നെ അവനെ ഓടിച്ചോട്ടെ എന്ന് എഴുതി അവൻ്റെ വണ്ടി കൊടുത്ത് ഞാൻ വീഡിയോ എടുത്തു. ഇവന് സ്ഥിരമുള്ള പരിപാടിയാണ് വണ്ടി അവിടെയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോണത്. പോണ വഴിക്ക് ഒരുത്തനെയും കൂടി കിട്ടിയിട്ടാ അവൻ്റെ ക്യാനും കൂടി നമ്മൾ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ബാർബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാർബിക്ക് കടയിൽ പുകയാണ് കണ്ടപ്പോൾ ഒന്ന് കയറിയതാ. ആൾ പറഞ്ഞു സാധനം റെഡിയാണ്, നമ്മൾ കൊണ്ടാക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളൊരു ഹാഫ് വാങ്ങി. സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടി ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞ് പെട്രോളും വാങ്ങി നമ്മളിതേ ബാർബിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചെക്കനെ നാണം വന്നു. ചെക്കൻ ആനപ്പുറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണോണ്ട് ചെക്കൻ കുറച്ച് ഫേമസ് ആണ്. അങ്ങനെ ചിക്കനെ കുത്തിക്കൊന്ന് നിൽക്കുന്നുണ്ടവൻ. അവസാനം നമ്മൾ അവൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾ പറയും ഇതിൻ്റെയൊക്കെ പെട്രോൾ കഴിഞ്ഞ് വഴിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് കാണിച്ചിട്ടുണ്ടാവുക. കുടിച്ചോ എന്ന് പറയുന്നുണ്ട് ഒഴിക്കുമ്പോൾ. വണ്ടിയുടെ ദയനീയാവസ്ഥ വണ്ടിക്കെല്ലാം അറിയുള്ളൂ. സ്പ്ലെൻഡറാണ് മുതൽ. കാണാനുള്ള ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് വല്ലതും ചെന്നാലല്ലേ ഓടുള്ളൂ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് ഇതൊക്കെ. ഇതേ ഇരിക്കണം. നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. നമ്മൾ 6 ദിവസം പണിക്ക് പോകുന്നുണ്ട്. ഞായറാഴ്ചകളിലും കൂട്ടുകാർ കൊടുത്ത് കൂടാറുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ശോഭയിലേക്ക് വിട്ടു. ശോഭ എന്ന് ചുമ്മാ കറങ്ങാൻ പോയതാണ്. അപ്പം ഇവനെ കണ്ടു. ഇവനെ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. കണ്ടപ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. സംഭവം എന്തായാലും നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളത് യൂട്യൂബിൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് മെയ്ഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കഴിവ് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മേഖലയിൽ കഴിവുണ്ടായിരിക്കുമല്ലോ. അതുപോലെ അവരുടെ കാര്യത്തിൽ അവരുടെ കഴിവ്. അതും എന്തൊക്കെയോ വാരി കയറ്റിയിട്ട് അവൻ കുറേ പൊടിയൊക്കെ കയറ്റിയിട്ട് കുറച്ച് ക്രീമൊക്കെ പരട്ടി സെറ്റപ്പ് സാധനമാണ് കേട്ടോ. 4 ഫ്ലേവേഴ്സിനാണ് അവിടെ. നമ്മൾ പറഞ്ഞത് ഈ വൈറ്റ് ക്രീമായിട്ടുള്ളതാണ് പറഞ്ഞത്. ഞാൻ വൈറ്റും മറ്റും പറഞ്ഞത് വേറെ കാണാം കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എരിവിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവനോട്. പിന്നെ തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണത്. ഫോട്ടോസ്.